ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 ജൂലൈ മാസഫലം. അത് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നം വന്നിട്ടുള്ളവർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതുപോലെ തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ജൂലൈ മാസത്തിലെ ആ ഗ്രഹസ്ഥിതി, ഗോചര ഗ്രഹസ്ഥിതി ഇങ്ങനെ നോക്കാം. ഇപ്പോൾ മിഥുന ലഗ്നം എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ബുധനാണ്. ആ ബുധൻ ജൂലൈ 7-ന് 2-ാം ഭാവരാശിയിൽ നിന്നും ജന്മരാശിയിലേക്ക് ആ ബുധൻ രാശി മാറുന്നു. പക്ഷേ വക്രത്തിലേക്ക് ആണ് ആ രാശിമാറ്റം വരുന്നത്. ജൂലൈ 23 വരെ ആ ബുധൻ വക്രസ്ഥിതിയിലായിരിക്കും. അതിനുശേഷം ജന്മരാശിയിൽ ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. സൂര്യനാണെങ്കിൽ ജൂലൈ 16-ന് ജന്മരാശിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ജന്മരാശിയിൽ നിന്ന് നേരെ 2-ലേക്ക് രാശി മാറുന്നുണ്ട്. ചൊവ്വയാണെങ്കിൽ ഇപ്പോൾ 12 നിൽക്കുന്ന സമയമാണ്. ഗുരുവാണെങ്കിൽ ഇപ്പോൾ 2-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുപോലെ ശുക്രൻ 4-ന് 2-ൽ നിന്ന് 3-ലേക്ക് രാശി മാറുന്നുണ്ട്. ശനി 10-ൽ നിൽക്കുന്ന സമയമാണ്. 27 മുതൽ ആ 10-ൽ നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. രാഹു 9-ലും കേതു 3-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ജൂലൈ മാസത്തിൽ 3 ഗ്രഹങ്ങൾ, ശുക്രൻ, ബുധൻ, അതുപോലെ സൂര്യൻ, ഈ 3 ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റങ്ങൾ വരുന്നത്. അതുപോലെ അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ ബുധൻ നേർസഞ്ചാരത്തിലാവുന്നു, വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാവുന്നു. അതുപോലെ ശനിയാണെങ്കിൽ വക്രത്തിൽ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ജൂലൈ മാസത്തെ പ്രത്യേകത. നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പൊതുവെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ, പ്രത്യേകിച്ച് ബുധൻ സുഖസ്ഥാനാധിപനും കൂടിയാണ്. ആ സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. 7 മുതൽ ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ പൊതുവെ ഒരു ഉന്മേഷക്കുറവ്, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി കുറവ്, അല്ലെങ്കിൽ ഒരു ഉറക്കക്കുറവ്, സുഖക്കുറവ്, പൊതുവെ ഒരു കൺഫ്യൂഷനൊക്കെ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകാം. കാരണം ജന്മരാശ്യാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഒരു ആത്മവിശ്വാസമില്ലായ്മ ഇവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ പ്രത്യേകിച്ച് ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ അശ്രദ്ധ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി, ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ വക്രത്തിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് യാത്രാ ചെലവ്, അതുപോലെ ഈ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവസാനത്തെ വാരമാകുമ്പോൾ ബുധനൊക്കെ നേർസഞ്ചാരത്തിൽ വരുന്നു. സ്ഥിതിയിൽ സഡനായിട്ടുള്ള മാറ്റം വരും. ഊർജ്ജസ്വലത ഉണ്ടാകും, ഉന്മേഷം ഉണ്ടാകും, അതുപോലെ ശരീരസുഖമൊക്കെ ഉണ്ടാകും. സുഖ അനുഭവങ്ങൾ നമുക്ക് അവസാനത്തെ വാരത്തോടു കൂടി ഉണ്ടാകും. 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് 12 നിൽക്കുന്നത്. ഇപ്പോൾ 6-ാം ഭാവാധിപനായ ചൊവ്വ 12-ലൊക്കെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉള്ളവർക്ക് നമുക്ക്, അതുപോലെ തന്നെ ഈ ഗുരു 6-ലും 8-ലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ സഡനായിട്ടുള്ള റിക്കവറിക്ക് സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി നോക്കാം. അപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ഗുരുവാണ്. ആ ഗുരു ഉച്ചസ്ഥിതനായിട്ട് 2-ൽ നിൽക്കുന്ന സമയമാണ്. ശനിയാണെങ്കിൽ 8-ഉം 9-ഉം ഭാവാധിപനാണ്. ആ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി 10-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ തൊഴിലിൽ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയമെന്ന് പറയാം, മാറ്റത്തിൻ്റെ സമയമെന്ന് പറയാം. 6-ലും 10-ലും ഒക്കെ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയമെന്ന് പറയാം. അതുപോലെ തൊഴിൽപരമായിട്ട് നമുക്ക് ഉയർച്ചയും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു. അവിടെ നിന്നിട്ട് അത് കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്രത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത് പൊതുവെ നമുക്ക് ഈ 10-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 5-ലാണ് നിൽക്കുന്നത്. 2-ൽ ഉച്ചസ്ഥിതൻ എന്ന് പറയുമ്പോൾ ഭാവത്തിൻ്റെ
5-ലാണ് ആ ഗുരു നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ ചില മേഖലയിൽ, പ്രത്യേകിച്ച് ടീച്ചിങ്, മാനേജ്മെൻറ്റ്, അതുപോലെ നമ്മൾ ഈ അഡ്വൈസറി വർക്ക്, ക്രിയേറ്റീവ് വർക്ക്, അതുപോലെ റിസർച്ച് വർക്ക്, ബാങ്കിങ്, ഇൻഷുറൻസ്, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ഇതൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അത് 8-ലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയം കൂടെയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ വലിയ നേട്ടങ്ങൾ ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന സമയമാണ്. 10-ാം ഭാവാധിപൻ 10-ലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ കരിയർ തലത്തിൽ ഗ്രോത്ത്, ഉയർച്ച ഒക്കെ പ്രതീക്ഷിക്കാം. പ്രമോഷനൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും 6-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തൊഴിൽ അന്വേഷകർക്ക് പ്രത്യേകിച്ച് ഈ കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ്. പരീക്ഷകളിലൊക്കെ, ടെസ്റ്റിൽ, ഇൻ്റർവ്യൂകളിലൊക്കെ അവർക്ക് അവരുടെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് 12 നിൽക്കുന്നത്. അപ്പോൾ വിദേശത്ത് തൊഴിലന്വേഷണമൊക്കെ അനുകൂലമായിട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ ജന്മരാശിയിൽ 7-ന് വരുന്നു, വക്രത്തിലാണ് വരുന്നത്. വക്രത്തിൽ സഞ്ചരിക്കുകയാണ് 23 വരെ. അതിനുശേഷം ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ ആദ്യത്തെ 3 വാരം ബുധൻ ബിസിനസ്സുകാരൻ വക്രത്തിലാണ്. അപ്പോൾ ബിസിനസ് പരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു കെയർ വേണം. ഇപ്പോൾ അതുപോലെ തന്നെ പൊതുവേ നമുക്ക് നമ്മുടെ ഈ അടുത്ത കാലത്തുണ്ടായ ബിസിനസ്സിൽ വന്ന മാറ്റങ്ങൾ, അവയെപ്പറ്റിയൊക്കെ അവലോകനം ചെയ്യുന്ന സമയമായിരിക്കും. അവയുടെ പോരായ്മകളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരികയും ആ പോരായ്മ പരിഹരിച്ച് ബിസിനസ്സിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം കൂടെ ആയിരിക്കും. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. അപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ബിസിനസ്സിൽ പ്രതീക്ഷിക്കാം. അതേസമയം ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി 7-ൽ ഉള്ള സമയവും കൂടെയാണ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിനിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം നമ്മൾ തീരുമാനിക്കുമ്പോഴും ഒരു കെയർ വേണം. അല്പം ആലോചിച്ച് ആ തീരുമാനം എടുക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ്. ആ ബുധൻ ആദ്യത്തെ 3 വാരം വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. വിദ്യാകാരകൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ പഠനകാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയം എന്ന് പറയും, അവലോകനം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത് ആ അവലോകനം ചെയ്ത് ആ പഠനത്തിലെ ദോഷങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ ഈ സമയത്തുണ്ടാകും. അവസാനത്തെ വാരമൊക്കെ അങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്ത് പഠനം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി അവസാനത്തെ വാരത്തോടു കൂടി കാണുന്നുണ്ട്. അപ്പം പഠന കാര്യത്തിലൊക്കെ കൂടുതൽ ഫോക്കസ് ഉണ്ടാകുന്ന സമയമെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ബുധൻ 2-ാം ഭാവാധിപനായിട്ട് 2 തന്നെയാണ്, വക്രത്തിലാണെങ്കിൽ 2 നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല. അതുപോലെ ഈ 5-ാം ഭാവാധിപൻ എന്ന് പറഞ്ഞ ശുക്രനാണ്. ശുക്രൻ ജൂലൈ 4 മുതൽ 3-ലേക്ക് വരികയാണ്. അതൊക്കെ പ്രത്യേകിച്ച് 5-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11 വരുമ്പോൾ നമ്മൾ പുതിയ എന്തെങ്കിലുമൊക്കെ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂല സമയമാണ്. ആ കോഴ്സുകൾക്കൊക്കെ നമുക്ക് അഡ്മിഷനൊക്കെ ഈസി ആയിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ശുക്രൻ 12-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പം ഇപ്പം പ്രത്യേകിച്ച് 12-ാം ഭാവാധിപനായ ശുക്രനാണ് ആ 3-ലേക്കൊക്കെ വരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ദൂരസ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ ഓൺലൈൻ വഴിയൊക്കെ ചിലപ്പോൾ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു സാധ്യതയും കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നവർക്ക് പൊതുവെ ഈ സ്റ്റഡി ട്രാവലിനൊക്കെ ഉള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. എങ്കിലും ആദ്യത്തെ 3 വാരം പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ ഒരു കെയർ വേണം എന്നുള്ളതാണ് ആ ബുധൻ്റെ വക്രസ്ഥിതി കൊണ്ട് പറയാൻ കഴിയുന്നത്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനകാരകൻ ഗുരു ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. അതുപോലെ 16 മുതൽ സൂര്യനും ധനസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പം രവിയും അതുപോലെ ഗുരുവും ഒക്കെ ധനസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ അത് ഉണ്ടാക്കും. സമ്പാദ്യം വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട്.
പൊതുവേ നമുക്ക് തൊഴിൽ വഴിയാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയായിരിക്കാം, ബിസിനസ് വഴിയായിരിക്കാം. അപ്പം അങ്ങനെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഗുരുവിൻ്റെയും സൂര്യൻ്റെയൊക്കെ രണ്ടിലെ സ്ഥിതി നമുക്ക് വഴിതെളിക്കുമെന്ന് പറയാം. അതുപോലെ കടബാധ്യത ഉള്ളവർക്ക് ആ കടബാധ്യത കുറയ്ക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. 6ലേക്കൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ ഈ ജോയിൻ്റ് അസറ്റുകളെല്ലാം തന്നെ നമുക്ക് പുനർവിന്യാസം നടത്തി അതുവഴിയും നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ളൊരു ചിന്തയൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതേസമയം ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12-ലായതുകൊണ്ട് ധനച്ചെലവ് കൂടാനിടയുണ്ട്. 12ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ആ 12ാം ഭാവാധിപൻ 3-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് പഠന ചെലവ്, മെഡിക്കൽ എക്സ്പെൻസ്, യാത്രാ ചെലവ് ഇവയൊക്കെ കൂടുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരു 2-ൽ ഉച്ചസ്ഥിതനാണ്. അപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ കുടുംബത്തിൽ ഉണ്ടാകാം. അതേസമയം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ ആ വക്രബുധൻ 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആദ്യ പകുതി സൂര്യനും 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യ പകുതിയൊക്കെ ആകുമ്പോൾ ആലോചനകളിൽ അല്പം മെല്ലപ്പോക്കിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചെറിയ കാലതാമസമൊക്കെ വരാം. ഇപ്പോൾ ജൂലൈ 24 ആകുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നു. അത് 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സഡനായിട്ടുള്ള ആലോചനകൾക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ കറക്റ്റ് തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 3-ലാണ്. അപ്പോൾ 3-ൽ ശുക്രനും കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള ഡിസ്കഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. മാത്രമല്ല ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധനും വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് 23 വരെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ അവിടെയും കെയർ വേണം. കാരണം ആ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി 7-ൽ ഉള്ള സമയമാണ്. ശനി 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആദ്യ പകുതി സൂര്യൻ 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 23 വരെ വക്രബുധനും 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ചിലപ്പോൾ ദമ്പതിമാർക്കിടയിലെ തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ കുറച്ച് മാറ്റം വരും. കാരണം സൂര്യൻ്റെ ദൃഷ്ടി 7-ൽ വരുന്നില്ല. അതുപോലെ വക്രബുധൻ്റെ ദൃഷ്ടി മാറുന്നുണ്ട്. ബുധൻ നേർസഞ്ചാരത്തിലാവുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയ മാറ്റങ്ങൾ അവിടെ പ്രതീക്ഷിക്കാം. എങ്കിലും നമ്മൾ ദാമ്പത്യ ബന്ധത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2-ൽ ഗുരു ഉച്ചനായിട്ട് നിൽക്കുന്ന സമയമാണ്. അതൊക്കെ നമ്മൾ ഈ കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കണം, കുടുംബത്തിലെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊക്കെ സഹായകമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ആ ഗുരുവിൻ്റെ 2-ലെ ഉച്ചസ്ഥിതി. കുടുംബ ബിസിനസ്സുകാർക്ക് വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. അതേസമയം 4ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, 4ാം ഭാവം ഫാമിലിയുടെ ഒരു സ്ഥാനമാണ്, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഭാവമാണ്. ആ 4ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് 4-ൽ ശനിയുടെയൊക്കെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ് എന്ന് പറയുമ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ പ്രോപ്പർ ഡിസിഷൻ എടുക്കാനാവാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പം വരാം. അതൊക്കെ ചിലപ്പോൾ കുടുംബജീവിതത്തിൽ അല്പം ടെൻഷനോ സുഖക്കുറവോ ഒക്കെ ഉണ്ടാക്കാം. എന്നാൽ അവസാനത്തെ വാരമാകുമ്പം അതിലൊരു മാറ്റം വരും. അതേസമയം അവസാനത്തെ വാരം ബുധൻ നേർസഞ്ചാരത്തിലാകുമ്പോൾ നമുക്ക് ഈ കുടുംബ വിഷയങ്ങളിലൊക്കെ ചില ഗുണാനുഭവം ഉണ്ടാകും. കുടുംബത്തിലൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇനി ജൂലൈ 2, അതുപോലെ 3, 11, 12, 24, 25, 29, 30 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതെല്ലാം തന്നെ
മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. അതായത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. നമ്മൾ മനസ്സിലാക്കുക, ഏത് നക്ഷത്രക്കാരായാലും അവർക്ക് മിഥുന ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ മിഥുന ലഗ്നത്തിൻ്റെ ഫലം അവരുടെ ആ കൂറിനെ സ്വാധീനിക്കും. അതുകൊണ്ട് ഈ ലഗ്നം എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ ഫലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മിഥുന ലഗ്നക്കാർക്ക്, മിഥുന കൂറുകാർക്കും മിഥുന ലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ മിഥുന കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ മിഥുന ലഗ്നം വരുള്ളൂ. അവർക്ക് മറ്റ് ലഗ്നരാശികൾ വരാം. അപ്പം മിഥുന ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി ഏതെന്ന് കണ്ടെത്തും. എന്നിട്ട് ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. അപ്പം അത് മാത്രമല്ല, നമ്മൾ ഈ കൂറിനേക്കാളും കൂടുതൽ സൂക്ഷ്മത, കൂടുതൽ കൃത്യത എന്ന് പറയുന്ന ലഗ്നത്തിനുണ്ട്. അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് അറിഞ്ഞ് ആ ലഗ്നഫലം ഈ കൂറിൻ്റെ, അപ്പോൾ ചന്ദ്രാലും ലഗ്നാലും നമ്മൾ മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. ഇതെല്ലാം നമ്മൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ളൊരു ഫലമാണ്. അതേസമയം ഈ പൊതുഫലത്തെ നമുക്ക് ഇപ്പോൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ജാതകത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു, ഏത് ഗ്രഹത്തിൻ്റെ അപകാരം നടക്കുന്നു, ഏത് ഗ്രഹത്തിൻ്റെ ഛിദ്രമാണ് നടക്കുന്നത്, അപ്പോൾ അതൊക്കെ ഈ പൊതുഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ അത് ജാതക ചിന്തയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.